റിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡായിട്ടുള്ളൊരു കോഫിയാണ് ഡൽഗോണ കോഫി. അപ്പോൾ വീട്ടിൽ ബീറ്ററൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇത് എങ്ങനെ തയ്യാറാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫോർക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നെസ്കഫയുടെ കോഫി പൗഡറാണ് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റീലിൻ്റെ മഗ് എടുക്കുക. ഇനി കപ്പായാലും പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ പഞ്ചസാരേൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് മധുരത്തിനനുസരിച്ച് ഇത് വേണമെങ്കിൽ കൂട്ടിയെടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഫോർക്ക് ഉപയോഗിച്ച് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഞാനിത് ഒരു 10 മിനിറ്റ് വരെയൊക്കെ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇത് നല്ല ക്രീം പോലെ ആവുക. ഇപ്പം ഏകദേശം ആയി വരുന്നുണ്ട്. ഇത്ര പോരാ, വീണ്ടും നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് വരെ ഞാനിത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ക്രീം പോലെ ആയിട്ടുണ്ട്. ഇനി ഇത്രയും മതി. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന രീതി നോക്കാം. ഇനി ഇതൊഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ് എടുക്കാം. ഇതിൻ്റെ 1/4 ഭാഗം നല്ല തണുത്ത പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ചൂടുള്ള പാലൊന്നും എടുക്കരുത്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഈ കോഫി മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ഡൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. വലിയ ഗ്ലാസ് ആണെങ്കിൽ 2 എണ്ണം തയ്യാറാക്കാം. ഇനി ചെറിയ ഗ്ലാസ് ആണെങ്കിൽ ഒരു 3-4 കപ്പിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുത്ത് കുടിക്കാവുന്നതാണ്. കാരണം നമ്മളിത് ഫോമാക്കി വെച്ചിരിക്കുന്നതല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ കുടിക്കുന്നതാണ് നല്ലത്, ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്